കുറച്ച് ഒതുക്കലും പറക്കലും ഒക്കെ കഴിഞ്ഞു. കംപ്ലീറ്റ് ആയിട്ട് കഴിഞ്ഞിട്ടില്ല കേട്ടോ. ഞങ്ങളിത് അഷ്ടമിച്ചിറ പോയി കുറച്ച് സാധനങ്ങൾ മേടിച്ചിട്ട് വന്നു. അപ്പോൾ ഒരു സ്റ്റാൻഡാണ് കേട്ടോ അത്. ഒരു കബേർഡ് പോലെ സൈഡിൽ വെക്കുന്നത്, വൈറ്റ് കളർ. മുമ്പ് ഒരു ദിവസം ഞങ്ങൾ അഷ്ടമിച്ചിറയിലെ ബിസ്മിയിൽ പോയപ്പോൾ കണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അത് ഇങ്ങനത്തെ പർപ്പസിന് വേണ്ടി ആയിരുന്നില്ല, വേറൊരു ഇതിന് വേണ്ടി നോക്കിയതാ. അന്ന് കണ്ടു വെച്ചായിരുന്നതാണ്. പിന്നെ ഇങ്ങനെ നമ്മൾ വിചാരിക്കേണ്ടാണല്ലോ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യണത്. അപ്പം അങ്ങനെ വീണ്ടും ഇതിനെ ഓർമ്മ വന്ന് ഞങ്ങൾ ഉച്ചയ്ക്ക് പോയി. പണികളൊന്നും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല, വേഗം പോയി ഇങ്ങനത്തെ ഒരു റാക്ക് മേടിച്ചു കൂട്ടാ. ഓൺലൈനിലൊക്കെ അവൈലബിൾ ആണെന്ന് തോന്നുന്നു ഇങ്ങനത്തെയൊക്കെ. അപ്പോൾ എന്തായാലും ഇതിൻ്റെ കളറും നല്ല നല്ല വൈറ്റാണ്. അപ്പോൾ ഞാനത് ഫിറ്റ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഞാൻ ഫിറ്റ് ചെയ്ത് ശരിയായില്ല. അപ്പോൾ സണ്ണിലാട്ടം വന്നത് ഫിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കുറേ കാര്യങ്ങളൊന്നും ചെയ്യണില്ല, കാരണം ഫുള്ളായിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ അതുകൊണ്ട് നാളെ ഒക്കെ എനിക്ക് കുക്ക് ചെയ്യാനുള്ള ഏരിയ ഒക്കെ ഒന്ന് സെറ്റപ്പ് ആക്കണം. ബാക്കി കാര്യങ്ങളൊക്കെ പയ്യെ ചെയ്യാൻ കുറേ ഒതുക്കാനും പറക്കാനൊക്കെ ഉണ്ട്. അപ്പം ഇനി ഇത് എവിടെയൊക്കെ വെക്കണം, എന്തൊക്കെ ചെയ്യണം എന്നുള്ള പ്ലാനിങ് നടന്നുകൊണ്ടിരിക്കുക. ഞാൻ ഒറ്റയ്ക്ക് തന്നെ എന്തൊക്കെ ചെയ്യണം എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കേണ്ട, അത്രേ ഉള്ളൂ. ഗ്രേസ് എൻ്റെ വീട്ടിൽ തന്നെയാണ്, അവൾ അവിടെ നിന്ന് നിൽക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ അവൾ അവിടെ നിൽക്കട്ടെ എന്ന് വെച്ച് സ്റ്റീവനെയും കൊണ്ട് വന്നു. അപ്പോൾ സ്റ്റീവ് ഇതേ അകത്തിരുന്ന് കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അവൻ അധികം വയലൻ്റ് ആവണേക്കാൾ മുമ്പ് എൻ്റെ പണികളൊക്കെ വേഗം തീർക്കണം കേട്ടോ. ഫൈനലി അങ്ങനെ നമ്മൾ അടുക്കളേനെ ഒരു കാടാക്കി മാറ്റി. സോറി, നോട്ട് ഫൈനലി. 2 ദിവസം വീണ്ടും മാറും എന്നൊക്കെ. അപ്പൊ എന്തായാലും ഇപ്പൊ താൽക്കാലികമായി കാടാക്കിയിട്ടുണ്ട്. പണ്ടത്തെ പോലെ തന്നെ ഇവിടെ ഇവിടെ നമ്മുടെ മണി പ്ലാന്റ് ഇങ്ങനെ ഒഴുകി നടക്കുന്നു. ഇത് മുമ്പുണ്ടായിരുന്ന സെയിം മണി പ്ലാന്റ് തന്നെയാണ്, അത് ഇവിടെ തന്നെ വെച്ചു. പിന്നെ രാവിലെ കണ്ടുല്ലോ നമ്മളിങ്ങനെ മണി പ്ലാന്റ് അവിടെ ഒക്കെ കൊണ്ടുവയ്ക്കുന്നത്. അപ്പൊ ഇത് നല്ല ഇത്ര ലെങ്ത് ഇവിടെ വരെ ഉണ്ടായിരുന്ന മണി പ്ലാന്റ് ആയിരുന്നു. അപ്പൊ കമന്റ് വന്നായിരുന്നു ഇത്രയും ലെങ്ത് വന്നാൽ സ്റ്റീവ് വലിച്ചിടില്ലെന്ന്. അപ്പൊ അതിനു മുമ്പ് ഇത് കൊണ്ടുവച്ചപ്പോൾ സന്ധ്യയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് വലിച്ചിടും സ്റ്റീവ്. പിന്നെ എനിക്ക് തോന്നി ശരിയാണ്, എല്ലാരും പറഞ്ഞു നമ്മള് നോക്കണല്ലോ. അതെ, അപ്പൊ ഞാൻ പറഞ്ഞപ്പോ നിനക്ക് അതിന് വില ഉണ്ടായില്ല. അങ്ങനെയല്ല, ഏതോ ഒരു ചേച്ചി എവിടെയോ രാജ്യത്ത് ഇരുന്ന് കമന്റ് ഇട്ടപ്പോ നിനക്കത് തോന്നി. ചേട്ടാ പറഞ്ഞപ്പോ ഇവിടെ നിറച്ച് സാധനങ്ങളായിരുന്നു. അപ്പൊ ഞാൻ അതിനെ കുറിച്ച് ചിന്തിച്ചില്ല. പിന്നെ അവൻ വലിക്കില്ല എന്ന് എനിക്ക് തോന്നി. പിന്നെ അവൻ ഇങ്ങോട്ട് വീട്ടിലേക്ക് തിരിച്ചെത്തിയപ്പോ എനിക്ക് തോന്നി അവൻ ചിലപ്പോ ഭീകരനാണ്. അപ്പൊ എന്തായാലും കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തു. ബാക്കി കൊറേ പണികളുണ്ട്, അതൊന്നും ചെയ്തില്ല കേട്ടോ. കാരണം പിന്നെ ഓവനെ മൂളി കയറ്റി വെക്കണം പറഞ്ഞ പരിപാടി അത് പറഞ്ഞില്ലേ? ഒന്നും പറഞ്ഞിട്ടില്ല. ആണോ? നേരത്തെ ഒന്നും പറഞ്ഞിട്ടില്ല? ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല. ആണോ? ഓക്കെ. അപ്പൊ ബാക്കി പണികളൊക്കെ പിന്നീട് ദിവസത്തേക്ക് ആക്കാന്ന് വിചാരിച്ചു. പിന്നെ എക്സ്ട്രാ നമ്മുടെ വീട്ടിൽ വന്നേക്കുന്ന സാധനം എന്ന് പറയുന്നത് ഈ സ്റ്റാൻഡും ഇങ്ങനത്തെ നമ്മള് ഓൾറെഡി നമ്മുടെ അടുത്തൊരു ഈ സ്റ്റാൻഡ് ഉണ്ടായിരുന്നു. ഇതിലായിരുന്നു നമ്മുടെ മഞ്ഞപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി ഐറ്റംസ് ഒക്കെ വെച്ചായിരുന്നു. അപ്പൊ അതിന് പകരം അഷ്ടമിച്ചിറ ബിസ്മിയിൽ ഇങ്ങനെ ഒരു സംഭവം ഒരു ദിവസം നിങ്ങൾ പോയപ്പോ കണ്ടിട്ടുണ്ടായിരുന്നു. ഇത് ഓൺലൈനിലൊക്കെ ഉണ്ടെന്ന് തോന്നുന്നത്. ഞാൻ ഇങ്ങനത്തെ മോഡലുകൾ കണ്ടിട്ടുണ്ട്. അപ്പൊ ഞാൻ ഇതിന്റെ ഒരു സമയം തെറ്റാണ് കേട്ടോ. അപ്പൊ പുതിയ ഇങ്ങനത്തെ കുപ്പികൾ മേടിച്ചു. ഇതിന്റെ വില 140 രൂപ. ഇതിന്റെ ഷോപ്പിംഗ് വ്ളോഗ് തന്നെ ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ ഇത് മഞ്ഞപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇങ്ങനെ ഇതൊക്കെ നമ്മുടെ കയ്യിലുള്ള സാധനങ്ങൾ തന്നെ കുപ്പികളിലേക്ക് നിറച്ച് അങ്ങനെ ആക്കി. പിന്നെ അതേ പുതിയ ചെടി ഇവിടെ കൊണ്ടുവച്ചു. പക്ഷെ ഇത് ആരും പറഞ്ഞില്ല ഇൻഡോർ പ്ലാന്റ് ആണോന്ന് ചോദിച്ചിട്ട് ആരും കമന്റ് ഇട്ടില്ല. എനിക്ക് തോന്നുന്നു ആരും ചിലവ് വീടിയുന്നുണ്ടാവും. 2 ദിവസം കഴിയുമ്പോൾ വാടണി എടുത്ത് പുറത്ത് വെച്ചോ. അപ്പൊ എന്തായാലും വീട് കാണിക്കാം. പിന്നെ ഇതൊക്കെ നമ്മുടെ പണ്ടുണ്ടായ ഐറ്റംസ് തന്നെ. പിന്നെ ഓവന് ഇത് പൊക്കി വെക്കാന്ന് വിചാരിച്ചിട്ടുണ്ട്. ഒരു സ്റ്റാൻഡ് അടിച്ചിട്ട് ഇത് ഇത്ര ഈ ഹൈറ്റിൽ വെച്ച് കഴിഞ്ഞാൽ സ്റ്റാൻഡ് അടിച്ചിട്ടല്ല, വേടിക്കേണ്ടി വരും. ആ ചുമരിനൊരു ഉറപ്പില്ലാത്ത ആരോഗ്യം ഉണ്ടോ എന്നൊന്നും നമുക്ക് അറിയില്ല. ഇല്ലടി, അത് പഴയ ചുമര നിക്കുവായിരിക്കില്ല. അന്ന് തന്നെ പ്രാഞ്ചേട്ടൻ അവിടെ കുത്തിയപ്പോ, അന്ന് പ്രാഞ്ചേട്ടൻ അവിടെ കുത്തിയില്ലേ, അപ്പൊ തന്നെ മണ്ണ് ഇങ്ങനെ പൊടിഞ്ഞിങ്ങനെ വീഴായിരുന്നു ആകെ. അപ്പൊ പിന്നെ നമ്മള് ഓൺലൈനിൽ കിട്ടുന്ന ഒരു സ്റ്റാൻഡ്. അപ്പൊ ഇതിന്റെ അടിയിൽ നമുക്ക് കുറച്ച് സ്പേസ് യൂസ് ചെയ്യാം. ഇവിടെ ഇനി കുറച്ച് പണികളുണ്ട്, പ്രാഞ്ചേട്ടൻ വന്നിട്ട് വേണം ചെയ്യാൻ. പിന്നെ എന്നിട്ട് പിന്നെ എക്സ്ട്രാ വന്ന സാധനം എന്ന് പറയുന്നത് ഇങ്ങനത്തെ 2 കുപ്പി മേടിച്ചു. നമ്മുടെ പ്ലാസ്റ്റിക്. അപ്പൊ ഞാൻ നമ്മുടെ ഡിഷ് വാഷ് ഈ മറ്റേ ഇങ്ങനെ അമർത്തുന്ന ഒരു സംഭവം നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഓർമ്മയുണ്ടാവായിരിക്കും. അതിന്റെ ചെറിയ പൈപ്പ് പൊട്ടിപ്പോയി. അപ്പൊ പിന്നെ ഇപ്പൊ പ്രാവശ്യം ഒരു വെറൈറ്റിക്ക് ഇങ്ങനെ ഇരിക്കട്ടെ. ഹോട്ടലുകളിലൊക്കെ ഭക്ഷണം കഴിച്ചു നമ്മള് ലിക്വിഡ് ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ തക്കാളി ഇങ്ങനെ ലിക്വിഡ് എടുത്തിട്ട് ഇങ്ങനെ പാത്രം കഴുകാൻ പറ്റുന്നുണ്ട് സിമ്പിൾ ആയിട്ട്. കഴിയാൻ കുറെ പാത്രം വേണോ? വേണ്ട,
ആവശ്യത്തിന് മാത്രമുണ്ട്. ഇത് ഹാൻഡ് വാഷും വെച്ചിട്ടുണ്ട്. ഇതൊക്കെ ബിസ്മിന്ന് തന്നെയാണ് മേടിച്ചേ. പിന്നെ ഈ മണി പ്ലാന്റിന്റെ സാധനം കട്ട് ചെയ്തിട്ട് ഇതിൽ കുഴിച്ചിട്ടു, വെള്ളത്തിൽ വെച്ചു, നട്ടിട്ടൊന്നുമില്ല. പിന്നെ എന്നിട്ട് ഇത് നമ്മുടെ അടുത്തുണ്ടായിരുന്നുണ്ട്. ഇതിന് എത്ര വ്യത്യാസം. നീ ഹാപ്പി ആയോ? ഞാൻ സത്യത്തിൽ ഹാപ്പി ആയി. പക്ഷെ പണികൾ തീർന്നിട്ടില്ല എന്നുള്ള വിഷമമുണ്ട് എനിക്ക്. ഒന്ന് ഒതുക്കി പറിക്കുന്നതുകൊണ്ട് വേറെ സമയം കിട്ടില്ല. പക്ഷെ എനിക്ക് എന്തായാലും ഇവിടുത്തെ വ്യത്യാസങ്ങളില് എന്റെ സൈഡിൽ നിന്ന് എനിക്ക് ഇഷ്ടമായത് ഈ ട്രേ ആണ്. ശരിക്കും ഇവിടെ പെയിന്റ് ഒക്കെ അടിക്കുകയാണെങ്കിൽ ഇച്ചിരി കൂടി സെറ്റപ്പ് ആയിരിക്കും. ഇവളോട് ഞാൻ ഈ ട്രേ എടുക്കാൻ പറഞ്ഞപ്പോ ഇവള് ഒരിക്കലും ആക്സെപ്റ്റ് ചെയ്യണ്ടായില്ല. ഇവള് പറഞ്ഞു എനിക്ക് വേണ്ടത് അത് ഭയങ്കര വലുതാണ്. അല്ല, എനിക്ക് ശരിക്കുമായിട്ട് തോന്നിയത് നല്ല സൈസ് ഉണ്ട്. കാരണം നമ്മുടെ ഇത് കുറച്ച് സ്പേസ് അല്ലേ ഉള്ളൂ. അപ്പൊ ഭയങ്കര സൈസുള്ള സാധനം കൊണ്ട് വെച്ചാൽ പിന്നെ നമുക്ക് വേറെ ഒന്നും വെക്കാനുള്ള ഇടയില്ലല്ലോ. പക്ഷെ കൊണ്ടുവച്ചത് സന്തോഷമായി, അടിപൊളി. പിന്നെ നമ്മുടെ മെയിൻ ഐറ്റം ഇങ്ങോട്ട് വരും. മെയിൻ ഐറ്റം ഈ സംഭവങ്ങളൊക്കെ അവിടെ അല്ലേ ഇരുന്നായിരുന്നേ. അപ്പൊ അതിനെ ഞാൻ വെച്ച് അത്രേ ഉള്ളൂ. വേറെ പ്രത്യേകിച്ചൊന്നും ഇല്ല. പിന്നെന്താ പിന്നെ നിങ്ങൾ നോക്ക് എന്തെങ്കിലുമൊക്കെ കാണും. പിന്നെ എന്നിട്ട് ചോറ് വെച്ചിട്ടുണ്ട്. വേറെ പ്രത്യേകിച്ച് കറി ഒന്നും ഉണ്ടാക്കില്ല. അപ്പൊ ഞാൻ തക്കാളിക്കറി വെക്കാൻ പോവാണ് വേഗം. രാത്രി തക്കാളിക്കറിയും പിന്നെ നമ്മുടെ അന്നത്തെ ചേട്ടന്റെ അഭിപ്രായം പറഞ്ഞില്ലായിരുന്നു. എന്റെ അച്ചാറ് കഴിച്ചില്ലല്ലേ? നെല്ലിക്കച്ചാറ് കഴിച്ചു ഞാൻ പറഞ്ഞല്ലോ, വീഡിയോയിൽ പറഞ്ഞില്ലല്ലേ? പിന്നെ വേറെ ദിവസം കഴിച്ചോണ്ട് റിയൽ ആയിട്ടുള്ള ഒന്നുമില്ല. അപ്പൊ ഞാൻ നോണിയല്ലോ ഞാൻ പറയാറ്. നല്ല അഭിപ്രായമാണ്. പക്ഷെ ചെറുതായിട്ട് എനിക്ക് ഒരു ഉപ്പ് കുറവ് ഫീൽ ചെയ്തു. ഇളക്കിയൊന്നുമില്ല. ഞാൻ സത്യം പറഞ്ഞാൽ നെല്ലിക്കച്ചാറ് കഴിച്ചിട്ടില്ല. എന്നിട്ടായാലും കുഴപ്പമൊന്നുമില്ല. പക്ഷെ അതിൽ ഉപ്പ് കുറവ് എനിക്ക് ഫീൽ ചെയ്തു. ഇപ്പൊ ഞാൻ കഴിച്ചില്ല. ഞാൻ അന്ന് കഴിച്ചാണ്, പിന്നെ ഞാൻ കഴിച്ചിട്ടില്ല. പറയാനില്ലല്ലോ. നിങ്ങക്ക് എന്റെ ഒരു ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ, എങ്ങനെയുണ്ട് അടുക്കള എന്നൊക്കെ കമന്റ് ചെയ്യണേ. നിനക്കൊക്കെ വലിയ അടുക്കള കിട്ടിയ നീ എന്ത് ചെയ്യായിരുന്നു? ചെറിയ അടുക്കളയായോണ്ട് കുറച്ച് സാധനങ്ങളൊക്കെ കൊള്ളുന്നുള്ളൂ. ഭാഗ്യം. നമ്മള് ഇത് നമ്മുടെ പഴയൊരു സംഭവം ആയതുകൊണ്ട് നമുക്ക് ഇതിൽ എന്ത് വേണമെങ്കിലും ചെയ്യാം. സ്റ്റിക്കർ ഒട്ടിക്കാം, അങ്ങനെ ഇങ്ങനെ കൊണ്ടുപോയി നമുക്ക് ഇതിൽ പരീക്ഷണങ്ങളൊക്കെ നടത്താം. വീട് പണിതേനും പിന്നെ നമ്മള് പ്രത്യേകിച്ചും ചെയ്യില്ല. ഫുൾ വെള്ളയായിരിക്കും, ഫുൾ വൈറ്റ് അങ്ങനെയൊക്കെ പണിയാം. പിന്നെ കമന്റ് വന്നായിരുന്നു നമ്മുടെ ഇപ്പുറത്തെ സൈഡില് സ്ഥലം ഉണ്ടല്ലോ, അതെന്തുകൊണ്ട് നിങ്ങക്ക് അടുക്കള നീട്ടിക്കൂടെ? അതിനുള്ള ഉത്തരം നമ്മൾ മുമ്പൊരു വീഡിയോയില് പറഞ്ഞിട്ടുണ്ട്. നീട്ടണെങ്കിൽ കണക്കും കാര്യങ്ങളൊക്കെ കുറെ വ്യത്യാസം വരുന്നുണ്ട്. അപ്പൊ പിന്നെ നമ്മൾ ഈ വീടുമ്പോ അധികം ഇൻവെസ്റ്റ്മെന്റ് നടത്തണ്ട എന്ന് വിചാരിച്ചു. അതുകൊണ്ടൊക്കെ തന്നെയാണ് നമ്മളൊന്നും ചെയ്യാത്തത് കേട്ടോ. നമുക്ക് ഉള്ളതുകൊണ്ട് ഇത് രസമല്ലേ, കുറച്ച് മതി, ഞാൻ മാത്രമല്ലേ ഉള്ളൂ. അങ്ങനെ വേറെ ഒന്നുമില്ലല്ലോ പറയാൻ. വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞോളാം. അപ്പൊ ബാക്കി വിശേഷം അടുത്ത വീഡിയോ കാണാൻ കറിയൊക്കെ വെക്കട്ടെ. സ്റ്റീവനെ കൊണ്ടുവന്നു, ഗ്രേസ് വീട്ടിലാണ്. അപ്പൊ ബൈ ബൈ, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്.